അദ്ദേഹത്തിന് ഇടയ്ക്കൊരു വ്യാധി വന്നു മരിച്ചു പോവോ എന്ന് വിചാരിച്ച് മദ്രാസിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ കാറില് സഡനായിട്ട് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയ ആളൊക്കെ ഇപ്പൊ സന്യാസിയായിട്ട് അവിടെ ഉണ്ട്, തിരുവണ്ണാമലയിലുണ്ട്. കാറിൽ പോകുമ്പോ പകുതി വഴിയിൽ എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, എന്റെ വ്യാധിയൊക്കെ പോയി. വ്യാധി ഈ ശരീരത്തിനാണ്, ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. എനിക്ക് ജനനവുമില്ല, മരണവുമില്ല, വ്യാധിയുമില്ല. നടേശയ്യർ നമുക്ക് ആശ്രമத்துக்கு പോണോമാ ഹോസ്പിറ്റലുக்கு പോണോമാ? ആശ്രമத்துக்கு പോനാലും ശരി, ഹോസ്പിറ്റലുக்கு പോനാലും ശരി, രണ്ടും എന്നെ ബാധിക്കാതെ. അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചോ വിചാരിച്ചു അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോഴും അതെ, എന്തു വേണമെങ്കിൽ ആവട്ടെ, ശരീരത്തിന് നിങ്ങൾ എന്തു വേണമെങ്കിൽ ചെയ്തോളൂ, ഭഗവാൻ എന്നെ പിടിച്ചെടുത്തിരിക്കുകയാണ്, ഞാൻ ശരീരമല്ല. അതിനുശേഷം സദാ സന്തുഷ്ടനായിരുന്നു. ഹോസ്പിറ്റലിൽ കുറച്ചു ദിവസം ഉണ്ടായിരുന്നു, ഒന്നും അദ്ദേഹത്തിന് ബാധിച്ചില്ല. വീണ്ടും തിരിച്ച് ആശ്രമത്തിൽ വന്നു. ഇദ്ദേഹത്തിന് ആധ്യാത്മികമായി വല്ലതും ഉണ്ട് എന്ന് ആളുകൾക്ക് ഭാവന ചെയ്യാൻ പോലും സാധ്യമല്ല. പുറമേക്ക് അങ്ങനെയാണ്. ഒരു ഒറ്റമുണ്ട് ഉടുത്ത് സദാ അടുക്കളയിൽ ജോലിയും ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അപ്പോ ഓടിപ്പോയി എടുത്തുകൊണ്ടുവരും. ഒരു ക്ഷണനേരം ഇരിക്കണമെന്ന് കാണാനല്ലോ ഓടിക്കൊണ്ടേയിരിക്കും അദ്ദേഹം. വളരെ സാധാരണ ഒരു മനുഷ്യൻ. ഒരു ദിവസം അദ്ദേഹം എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു മഹാത്മാ അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു, ഗണേശാങ്കവാ, நான் வியாழக்கிழமை மத்தியானம் 2:30 மணிக்கு பகவான் என்னை கூட்டின்னு போறார். நான் போயிட போறேன். വ്യാഴാഴ്ച 2:30 മണിക്ക്, ഇനി 10 ദിവസമുണ്ട്, അടുത്ത വ്യാഴാഴ്ച 2:30 മണിക്ക് ഞാൻ ശരീരം വിടും. എല്ലാരും തമാശാണെന്ന് വിചാരിച്ചു. എന്താ ഇങ്ങനെ ആരും നമ്മൾ പറയണത് കേട്ടിട്ടില്ലല്ലോ ഇത്ര കൃത്യമായിട്ട്. അവ്യക്തമായിട്ട് എവിടെയോ സൂചിപ്പിക്കുന്നത് വേണമെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അത് അന്ന് മാത്രമല്ല, അടുത്ത ദിവസം 9 നാൾ ഒരാളുടെ അടുത്തല്ല, ആശ്രമത്തിലുള്ള സകല ആളുകളുടെ അടുത്തും. ഇറ്റ് വാസ് റിയലി എ മിറാക്കിൾ. എല്ലാവരുടെ അടുത്തും 9 നാൾ ജ്ഞാപകം വെച്ചുക്കോ, 9 നാൾ. അതിനടുത്ത ദിവസം പറഞ്ഞു 8 ദിവസം, 7 ദിവസം, കുറച്ചുകൊണ്ടേ വന്നു. ലാസ്റ്റ് ഗണേശ നാളേക്ക് മധ്യാഹ്നം വന്നിട്, ஞாபகம் ഇരിക്കട്ടെ, എന്തോ കല്യാണത്തിനൊക്കെ ക്ഷണിക്കണ പോലെയാണ്. നാളെ ഉച്ചയ്ക്ക് വരൂ, ഓർമ്മ വെച്ചോളാം, നാളെ ഉച്ചയ്ക്ക് 2:30 മണിക്ക്. ചിലരൊക്കെ ക്യൂരിയസ് ആയിരുന്നു, നടക്കും ആരും വിശ്വസിച്ചില്ല. കറക്റ്റായിട്ട് 2:30 മണിക്ക് അദ്ദേഹം കിടന്നു. എന്തോ ശ്ലോകം ചൊല്ലി, ഭഗവാൻ വന്നിരിക്കാറുടാ, ഭഗവാൻ എന്നെ കൂട്ടിട്ട് വന്നിരിക്കാറ്, ഞാൻ പോപ്പറേൻ 2:30 മണി. ഇങ്ങനെ ഇരുന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ഈ മഹാത്മാ അദ്ദേഹത്തിനോട് ചോദിച്ചു, நடேசையர் எப்படி இருக்கேன்னு. ஆனந்தமா இருக்கேன்டா, ஆனந்தமா இருக்கேன், சந்தோஷமா இருக்கேன். ആനന്ദം എവിടുന്ന് വരണു? ആനന്ദമാ ഇരിക്കേൻ എന്ന് പറഞ്ഞു. കടന്നു കഴിഞ്ഞു. 2:30 മണിക്ക്. ഇങ്ങനെയൊരു കഥ നമുക്ക് സിനിമയിൽ പോലും ആലോചിക്കാൻ പറ്റില്ല അല്ലേ? ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. വളരെ വർഷങ്ങളായിട്ടില്ല, 10-20 വർഷം മുമ്പ്. അപ്പോ ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി. ഈ ബ്രാഹ്മീ സ്ഥിതി എന്നുള്ളത് ഭഗവാന്റെ കൃപ കൊണ്ട്, ജ്ഞാനികളുടെ സമ്പർക്കം കൊണ്ട്, സത്സംഗം കൊണ്ട് അകമേക്ക് ഒരിക്കൽ പ്രകാശിച്ചാൽ നവിമുഹ്യതി. ഭഗവാൻ ഗ്യാരണ്ടി തരാണ്, യു വിൽ നെവർ ലൂസ് ഇറ്റ്, യു വിൽ നോട്ട് ഹാവ് ദാറ്റ് പവർ ടു ലൂസ് ഇറ്റ്. അതിനെ വിട്ടുകളയാൻ പറ്റില്ല. അത് നമ്മളെ പിടിക്കും. ആദ്യം നമ്മൾ ഭഗവാനെ പിടിച്ചാൽ പിന്നെ ഭഗവാൻ നമ്മളെ പിടിക്കും. നൈനാം പ്രാപ്യ വിമുഹ്യതി മോഹം ന ഗച്ഛതി. മോഹം എന്താണ്? ഞാനല്ലാത്തതിനെയൊക്കെ ഞാനെന്ന് ധരിക്കുന്നതാണ് മോഹം. ശരീരം ഞാനാണ്,
മനസ്സ് ഞാനാണെന്ന് ഇപ്പൊ ധരിച്ചുകൊണ്ടിരുന്ന മരണസമയത്തും ആ ഭ്രമം ഉണ്ടാകും. അത് വിട്ടുപോകില്ല. ഇപ്പോ ഈ ദേഹം ഞാനല്ല, മനസ്സ് ഞാനല്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അതെങ്ങനെ ഇന്റലക്ച്വൽ ബൗദ്ധികമായിട്ടല്ല, യഥാർത്ഥ ഞാൻ എന്താണോ, എന്റെ സ്വരൂപം എന്താണോ, ആ ഉണർവില് അവബോധത്തിൽ സ്ഥിതി ഏർപ്പെടുന്നത് കൊണ്ട് ഏർപ്പെടുന്ന അനുഭവം, ആ പ്രജ്ഞാദാർഢ്യമുണ്ടെങ്കിൽ മരണസമയത്തും അത് നമുക്കുണ്ടാവും. ജീവതോ യസ്യ കൈവല്യം വിദേഹേ സച കേവല. ജീവിച്ചിരിക്കുമ്പോ, ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ശരീരമല്ലാത്ത സ്ഥിതി, ആ അമൃതവസ്തുവിനെ അകമയ്ക്ക് കാണണം. യഥാർത്ഥത്തിൽ ഉള്ള സത്തയെ, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിനെ തെളിഞ്ഞു കാണണം. ശരീരം, മനസ്സ്, ബുദ്ധി മുതലായതിൽ നിന്നും വേർപിരിച്ച് കാണാൻ സാധിക്കുന്നതിനാണ് ഭഗവാൻ ബ്രാഹ്മീ സ്ഥിതി എന്ന് പറഞ്ഞത്. അവിടെ മമതയും അഹന്തയും ഒന്നും തൊട്ട് തീണ്ടാത്ത അനുഭവസ്ഥിതി. സ്ഥിത്വാസ്യാം അന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. മരണകാലത്തിൽ, അന്തകാലം എന്ന് വെച്ചാൽ മരണസമയം എന്ന് മാത്രമല്ല, ഇപ്പൊ അറിഞ്ഞാൽ ഇപ്പൊ ശരീരം വിട്ടു. എപ്പോ ജ്ഞാനം ഉണ്ടാവുന്നു ആ സമയത്ത് തന്നെ ഒരു പാമ്പ് തന്റെ ചട്ടയെ അഴിച്ചു കളയുന്ന പോലെ ഈ ദേഹം ഞാനല്ല എന്നുള്ള അനുഭവം ഉണ്ടായിക്കഴിഞ്ഞു. அதனாலதான் சைவ சித்தாந்தத்துல ஞானத்துக்கு சாவாமல் சாவு அப்படின்பா. ശരീരം ഇരിക്കുന്ന പോതേ ഇരിക്കുന്ന മൃത്യു. ദേഹം ഉള്ളപ്പോ തന്നെ ദേഹം ഞാനല്ല, ഞാൻ പ്രജ്ഞയാണെന്നുള്ള അനുഭവം. നാമദേവന്റെ ഒരു പാട്ടിൽ എവിടെയോ നാമദേവൻ പറയുന്നു, ജീവിച്ചിരിക്കുമ്പോ തന്നെ എനിക്ക് ഗുരു കൃപ ചെയ്തപ്പോ മരണത്തിനെ ഞാൻ കണ്ടു. അത് ശരീരത്തിന്റെ മരണം. ശരീരം തന്നെ മരണത്തിന് മറ്റൊരു പേരാണ്. നമ്മുടെ ഭഗവാൻ ടോക്സിൽ ഒരിടത്ത് പറയുന്നു, ബോഡി ഈസ് അനദർ നെയിം ഫോർ ഡെത്ത് ആൻഡ് ഐ ആം ദ ഐ ഈസ് അനദർ നെയിം ഫോർ ലിബറേഷൻ, ഫ്രീഡം. അപ്പൊ ശരീരത്തിൽ നിന്നും സ്വരൂപത്തിലേക്ക് ശ്രദ്ധ തിരിയുക. അതാണ് അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ശരീരമാണ് അസത്ത്, ശരീരമാണ് തമസ്, ശരീരമാണ് മൃത്യു. അത് കണ്ടംനേഷൻ അല്ല. അത് നമുക്ക് സത്തിനെ കണ്ടെത്തിയാൽ, പ്രകാശത്തിനെ കണ്ടെത്തിയാൽ, അമൃതത്തിനെ കണ്ടെത്തിയാൽ ഇത് നാച്ചുറലായിട്ട് നമ്മളെ ബാധിക്കാതെ പോവുകയും ചെയ്യും. അപ്പോഴേ ശരീരത്തിനോട് ഉള്ള നമ്മളുടെ ബന്ധം പൂർണ്ണമായും നാച്ചുറൽ ആവുകയുള്ളൂ. ശരീരം മാത്രം സത്യം എന്നുള്ള ഭ്രമത്തിലിരിക്കുമ്പോ അൺനാച്ചുറലാണ് നമ്മളുടെ ബന്ധം. ആ സ്ഥിതിയെ ഭഗവാൻ സ്ഥിതപ്രജ്ഞത്വം, ആത്മസാക്ഷാത്കാര സ്ഥിതി. ഞാൻ എത്ര തന്നെ വാക്കുകൊണ്ടൊക്കെ ഇപ്പൊ പറയാൻ ശ്രമിച്ചാലും നമ്മള് ഈ സത്തയെ തെളിച്ച് കണ്ടിട്ടില്ലെങ്കിൽ ഇത് തെളിയുകയില്ല. മനസ്സുകൊണ്ട് ഇതിനെ പിടിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലാഭം. എന്താ ലാഭം എന്ന് വെച്ചാൽ ഇരുന്നാ മതി, അത് നമ്മളെ പിടിക്കട്ടെ. ബി പ്രസന്റ്, അത്രയേ ഉള്ളൂ. സത്സംഗത്തിൽ ഇരുന്നാൽ മതി. ഈ വസ്തുസത്ത നമ്മളെ അറിയാതെ നമ്മളുടെ ഉള്ളില് അരിച്ചരിച്ചരിച്ചരിച്ച് ഇറങ്ങുമ്പോ കഴുത്തിലിട്ടിരിക്കുന്ന മാല ഇവിടെ തന്നെ ഉണ്ട് എന്ന് കാണുന്ന പോലെ, സ്വകണ്ഠാഭരണം പോലെ വസ്തു നമുക്ക് തെളിയും. നമ്മളുടെ സ്വരൂപസ്ഥിതി നമുക്ക് തെളിയും. നമുക്ക് നല്ലവണ്ണം തെളിഞ്ഞു കിട്ടും. ആ തെളിച്ചമാണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. ഇത്രയും പറഞ്ഞപ്പോ അർജുനന് ഒരു സംശയം. സംശയങ്ങളൊക്കെ എവിടുന്നാ വരണതെന്ന് വെച്ചാൽ, ആചാര്യൻ പറയുന്ന ആ സ്ഥിതിയിൽ നിന്നും കേട്ടിട്ടില്ലെങ്കിൽ സംശയം വരും. ഭഗവാൻ ബ്രാഹ്മീ സ്ഥിതിയിൽ നിന്നും പറയുന്നു, അർജുനൻ മനസ്സിൽ നിന്നും കേൾക്കണം. രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് പ്ലെയിൻ. അതുകൊണ്ടാണ് ഡൗട്ട്. മനസ്സിന് ഡൗട്ട് അതിന്റെ സ്വഭാവമാണ്, സംശയം അതിന്റെ സ്വഭാവമാണ്. എന്തു പറഞ്ഞാലും മനസ്സ് സംശയം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, ബുദ്ധി സംശയം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഈ ബുദ്ധിയും മനസ്സും സംശയത്തിനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. സ്വരൂപത്തില് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ മണ്ഡലത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? സംശയമൊക്കെ എവിടെയാ ഉണ്ടാവുന്നത്? മനസ്സിലോ ബുദ്ധിയിലോ ആണ്. സ്വരൂപാനുഭൂതി സംശയമറ്റതാണ്. ആ അനുഭൂതി വന്ന ആള് പറയുമ്പോ
കേൾക്കുന്നവർ മനസ്സെന്നും ബുദ്ധിയെന്നും കേൾക്കുമ്പോൾ ഇവർക്ക് പിടികിട്ടില്ല. സംശയം സംശയം. എന്നാൽ തമിഴില് இதுக்கு ஒரு நல்ல அழகான ஒரு சொல். ரமணரே அதை சொல்லுவார். திருடனுக்கு தேள் கொட்டினா மாதிரி. கத்த முடியுமா? കക്കാൻ പോയ ആൾക്ക് തേള് കടിച്ചു അത്രേ. തേള് കടിച്ചാൽ കള്ളന് നിലവിളിക്കാൻ പറ്റുമോ? നിലവിളിക്കാനും വയ്യ, നിലവിളിക്കാതിരിക്കാനും വയ്യ. ഇതാണ് ഞങ്ങളുടെയൊക്കെ സ്ഥിതി. നിലവിളിക്കാനും വയ്യ, എന്നാ നിലവിളിക്കാതിരിക്കാനും വയ്യ. അത് പറയാതിരുന്നൂടെ എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റണില്ല. എന്നാ പറഞ്ഞാൽ ഒരു ലിമിറ്റിന് മേലെ അത് പിടികിട്ടണില്ല. മനസ്സും ബുദ്ധിയും കൊണ്ട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ പിടികിട്ടണില്ല. അർജുനൻ ഇവിടെ അതാണ് സംശയം. അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. നോക്ക ആദ്യത്തെ ശ്ലോകം. കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദനാം തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാം. അടുത്ത അധ്യായം ആരംഭിക്കാൻ തന്നെ കാരണം അർജുനന്റെ ഈ സംശയമാണ്. കർമ്മയോഗം അല്ലെങ്കിൽ രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂഹു മാതേ സംഗോസ്തു അകർമ്മണി എന്ന ഒരേ ഒരു ശ്ലോകത്തിൽ കർമ്മയോഗം കഴിഞ്ഞു. കർമ്മം ചെയ്യൂ എന്ന് ഭഗവാൻ ബോധിപ്പിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് അർജുനന് സംശയം. ഭഗവാനെ ധ്യായസി ചേത് കർമ്മണഃ തേ മതാ ബുദ്ധിർ ജനാർദ്ദന. അതേപോലെ ഭഗവാൻ ബുദ്ധി എന്നുള്ള ഒരു വാക്കും പ്രയോഗിച്ചു സാഖ്യയോഗത്തില്. ബുദ്ധൗ ശരണമൻവിച്ച് കൃപണാഹ ഫലഹേതവഃ എന്നൊക്കെ പറഞ്ഞു. ബുദ്ധിയെ, സാഖ്യബുദ്ധിയെ ശരണം പ്രാപിക്കൂ. ഇനിയിപ്പോ യോഗബുദ്ധിയെ കുറിച്ച് പറയാം. അപ്പൊ ബുദ്ധി എന്ന് പറഞ്ഞപ്പോ അർജുനൻ എന്ത് തെറ്റിദ്ധരിച്ചു എന്ന് വെച്ചാൽ, ബുദ്ധി എന്ന് വെച്ചാൽ സന്യാസം അഥവാ പൂർണ്ണമായ ബ്രഹ്മനിഷ്ഠ, ബ്രഹ്മവിചാരം എന്ന് ധരിച്ചു. ആ വിചാരത്തോടുകൂടിയാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത്. ഒന്നിൽ എല്ലാം ഉപേക്ഷിക്കാൻ പറയണം, അല്ലെങ്കിൽ ലോകത്തിൽ കർമ്മം ചെയ്യാൻ പറയണം. ഇത് രണ്ടും അല്ലാതെ ഭഗവാൻ ഒരു പറ്റം ഒരു വശത്ത് കർമ്മം ചെയ്യൂ എന്നും പറയുന്നു, ഉപേക്ഷിച്ചു കളയരുത് എന്നും പറയണു, മാതേ സംഗോസ്തു അകർമ്മണി എന്നും പറയണു. വേറൊരു വശത്ത് ജ്ഞാനത്തിൽ ശ്രദ്ധിക്കൂ, സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കൂ എന്നും പറയണം. ഇപ്പൊ ഇതിൽ ഏതാണ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒന്ന് ക്ലിയർ ആയിട്ട് പറയുക. ഈ അധ്യാത്മികം എന്ന് പറഞ്ഞാൽ തന്നെ ആളുകളെ അല്പം കുഴപ്പം ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. ആ കുഴപ്പം ഉണ്ടാവാൻ തന്നെ കാരണം എന്താന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് നമ്മൾ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കുഴപ്പമുണ്ടാവും. മനസ്സുകൊണ്ട് യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ. വാക്കുകൊണ്ട് ഒരു ലിമിറ്റിന് മേലെ പറയാനും പറ്റില്ല, മനസ്സുകൊണ്ട് ഒരു ലിമിറ്റിന് മേലെയല്ല, ഒരു ലിമിറ്റിലും അതിനെ ഗ്രഹിക്കാൻ പറ്റില്ല. മനസ്സ് നിശ്ചലമായിട്ടിരുന്നാൽ ഈ തത്വം മനസ്സിന് അപ്പുറമുള്ള ഒരു സെന്ററിൽ നിന്ന് തെളിയും. ശ്രദ്ധാചക്ഷുസ്സുകൊണ്ട് നമ്മൾ ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. അതാണ് ആധ്യാത്മിക വിഷയങ്ങൾ ഏറ്റവും എളുപ്പമാണ്, ഏറ്റവും ബുദ്ധിമുട്ടാണ്. ഏറ്റവും എളുപ്പമാണെന്ന് പറയാൻ കാരണം ഒരു പ്രഹ്ലാദനം മനസ്സിലാവും. ഏറ്റവും ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കാരണം ഏറ്റവും വലിയ പണ്ഡിതനായിട്ടുള്ള ഒരാൾ മനസ്സിലാവാതെ വട്ടത്തിരിയുകയും ചെയ്യും. ബുദ്ധി കൊണ്ടാണ് മനസ്സിലാക്കേണ്ടതെങ്കിൽ പ്രഹ്ലാദന് ഗർഭത്തിൽ ബുദ്ധിയെ വളർന്നിട്ടില്ല, അല്ലേ? അപ്പൊ എങ്ങനെ ശരിയാവും? കുട്ടിക്ക് ജനിച്ച് പതുക്കെ പതുക്കെയാണ് ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവുക.
അപ്പൊ ജ്ഞാനം ബുദ്ധി കൊണ്ടാണ് വരേണ്ടതെങ്കിൽ ഗർഭത്തിൽ നിന്ന് എങ്ങനെ വരും? ജ്ഞാനം ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ അല്ല, ജ്ഞാനം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ആത്മാനുഭവം ആത്മാവിനെ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ബോധാനുഭവം ബോധത്തിനെ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഒരു വിളക്കുണ്ടെന്ന് അറിയാൻ ടോർച്ചടിച്ചു നോക്കണ്ട, ആ വിളക്ക് തന്നെ സ്വയം വിളക്കും. അപ്പോ ഇവിടെ ഈ സംശയമൊക്കെ അർജുനന് ഉണ്ടാവാൻ കാരണം, ഇവിടെ അർജുനൻ അല്പം സാധാരണ തലം, നമ്മളെപ്പോലെ തന്നെ. അർജുനൻ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഗീത പഠിക്കില്ല. നമ്മളെ പോലെയൊക്കെ തന്നെ അർജുനൻ ചോദിക്കുന്നത് കൊണ്ടാണ് നമുക്കും ഗീത ഒരു പാഠമായിട്ടിരിക്കുന്നത്. അർജുനൻ ചോദിക്കുകയാണ്, കർമ്മണഃ തേ ബുദ്ധി ജായസി ചേത്. ഈ ബുദ്ധി എന്ന് വെച്ചാൽ ജ്ഞാനം, ആത്മാനുഭവം കർമ്മം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണെങ്കിൽ അങ്ങയുടെ അഭിപ്രായത്തിൽ ഹേ ജനാർദ്ദന, കിം കർമ്മണി ഘോരേ കർമ്മണി മാം നിയോജയസി. ജ്ഞാനാനുഭവത്തിനായിക്കൊണ്ട് സാധാരണ സന്ധ്യാവന്തനം, യാഗം, യജ്ഞം, ദാനം ഇതൊക്കെ തന്നെ ഉപേക്ഷിക്കണം എന്ന് പറയണു. അങ്ങനെയുള്ളപ്പോ അതേ ഉപേക്ഷിക്കേണ്ടിയിരിക്കുമ്പോ ഈ ഘോരമായ യുദ്ധത്തിനെ എന്നെ കൊണ്ട് ചെയ്യൂ എന്ന് പറയണത് എന്തൊരു കാര്യമാണ്? ഭഗവാനെ, അങ്ങ് പറയണതിലൊരു വിരോധാഭാസം തോന്നുന്നു. യുദ്ധം ചെയ്യണം എന്നങ്ങനെ ബോധിപ്പിക്കുന്നത് എങ്ങനെ ശരിയാവും? തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ വ്യാമിശ്രേണേവ വാക്യേന. അല്പം അങ്ങടും ഇങ്ങടുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നു അങ്ങയുടെ വാക്കിൽ. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയില് അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോ ഒരു ദിവസം കർമ്മയോഗത്തിനെ കുറിച്ച് പറയും. അത് പറയുമ്പോ അദ്ദേഹം പറയും, ഇതാണ് പെർഫെക്റ്റ്, ഇതല്ലാതെ വേറെ വഴിയേ ഇല്ല. അടുത്ത ദിവസം ഭക്തിയെക്കുറിച്ച് പറയും. അപ്പൊ പറയും ഭക്തിയേ ഉള്ളൂ. പിന്നെ ജ്ഞാനയോഗത്തിനെ കുറിച്ച് പറയും, ജ്ഞാനമല്ലാതെ വേറെ ഒരു മാർഗത്തിലും ഉണ്ടാവില്ല സാക്ഷാത്കാരം. അപ്പോ ഒരു ഭക്ത ചോദിച്ചു, സ്വാമി, yesterday you told karma yoga, today you are speaking about bhakti, please tell us what is the real path. Why do you contradict yourself? ഇന്നലെ ഒന്ന് പറഞ്ഞു, ഇന്നൊന്ന് പറയണു. എന്താ ഈ തമ്മിൽ അങ്ങേ തന്നെ കോൺട്രഡിക്ഷൻ ഉണ്ടാക്കണമല്ലോ. അപ്പൊ സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത്ര യെസ്റ്റർഡേ ഈസ് യെസ്റ്റർഡേ, ടുഡേ ഈസ് ടുഡേ. നമ്മൾ മനസ്സുകൊണ്ട്, അവര് ജ്ഞാനികൾ എപ്പോഴും സ്വരൂപത്തിലാണ് നിൽക്കുന്നത്. അവർക്ക് എപ്പോഴും ഫ്രഷാണ്. ദേ ആർ നോട്ട് ആൻസറിങ് ദ ക്വസ്റ്റ്യൻ, ദേ വിൽ ആൻസർ ഓൺലി ദ ക്വസ്റ്റ്യനർ. ചോദ്യകർത്താവിനനുസരിച്ചാണ് ഉത്തരം. തിരുവണ്ണാമലയിൽ ഒരു യോഗി ഉണ്ടായിരുന്നു അടുത്ത കാലം വരെ, യോഗി രാം സൂരത് കുമാർ. രമണ മഹർഷിയുടെ കാര്യമൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. അദ്ദേഹം വരുന്ന സമയം, എപ്പോ മലയുടെ മുകളിൽ പോകും, എപ്പോ വരും ഒക്കെ പറയാൻ പറ്റും. ഇന്ന സമയത്ത് ഇന്നത് ചെയ്യും, ക്ലീനായിട്ടിരിക്കും. യോഗി എന്തു പറയുന്നു വെച്ചാൽ, ഞാനിന്ന് പോയിട്ട് സ്വാമി നാളെ ഇതാ രണ്ടുപേര് വന്നിട്ടുണ്ട്, ഇവരെ കൂട്ടിക്കൊണ്ടുവരാം, എപ്പോ വരണം? യു കം ഷാർപ്പ് 9 AM എന്ന് പറയേണ്ട അടുത്ത് 9 മണിക്ക്. 9 മണിക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോയാൽ അവിടെ പൂട്ടിയിട്ടുണ്ടാവും. ഉണ്ടാവുകയില്ല അവിടെ. അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ പോയാൽ പൂട്ടിയിട്ടുണ്ടാവും. പിന്നെ തെരഞ്ഞു നടന്നാൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണും. എപ്പോ പോയാലും അദ്ദേഹം പറയും വേറെ എന്തെങ്കിലുമൊക്കെ കാണും പിന്നീട്. അപ്പൊ ഒരിക്കലും ഒരു ഭക്തൻ ചോദിച്ചു, സ്വാമി, യു ആർ നെവർ കൺസിസ്റ്റന്റ്. എപ്പോഴും അങ്ങേക്ക് ഒരു നിഷ്ഠയില്ല, ഒന്ന് പറഞ്ഞിട്ട് ഇനി ഒന്ന് ചെയ്യും, കൺസിസ്റ്റൻസി ഇല്ല എന്നാണ്. യു ആർ നെവർ കൺസിസ്റ്റന്റ്. അപ്പോ സ്വാമി പറഞ്ഞു, നോ നോ നോ, ഐ ആം വെരി കൺസിസ്റ്റന്റ്. നോ സ്വാമി, യു ആർ നെവർ കൺസിസ്റ്റന്റ്. ഐ ആം വെരി കൺസിസ്റ്റന്റ് ഇൻ മൈ ഇൻകൺസിസ്റ്റൻസി. എന്നുവെച്ചാൽ അത് തെറ്റിക്കാറേ ഇല്ല, എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. എന്താന്ന് വെച്ചാൽ ഇന്നലെ പറഞ്ഞു നാളെ 9 മണിക്ക് വരും. ഇന്ന് പോകുമ്പോ അദ്ദേഹത്തിന് ഇന്നലെയേ ഇല്ലേ. നമ്മളൊക്കെ ഇന്നലെയെ വെച്ചുകൊണ്ടാണ് ഇന്ന് ജീവിക്കുന്നത്. ഇന്നലെ വെച്ചുകൊണ്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് രാവിലെ വരെ ആ ഇന്നലെ ഓർമ്മ വെച്ചുകൊണ്ട് മനസ്സിനെ വെച്ചുകൊണ്ടാണ് ജീവിക്കണം. മഹാത്മാക്കൾ മനസ്സിനെ വെച്ചുകൊണ്ടല്ല, അവർക്ക് ഒരേ ഒരു ദീപം.
ജ്ഞാനമാകുന്ന ദീപം അത് തെളിഞ്ഞു പ്രകാശിച്ചുകൊണ്ടിരിക്കും. അവിടെ കൺഫ്യൂഷനേ ഉണ്ടാവില്ല, സംശയമേ ഉണ്ടാവില്ല. പക്ഷെ മനസ്സിന്റെ മണ്ഡലത്തിൽ വന്നാൽ മനസ്സ് ചോദിക്കും, ജ്ഞാനമാണോ, ഭക്തിയാണോ, യോഗമാണോ, ഈ വഴിക്ക് പോണോ, ആ വഴിക്ക് പോണോ? നമ്മൾ ശരി വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്താൽ, എന്തെങ്കിലും വ്യക്തമായിട്ട് പറയുമോ? ഒരാൾ എന്റെ അടുത്ത് തന്നെ പറഞ്ഞു, എനിക്കൊരു റൂട്ടീൻ ഇട്ട് തരൂ, നിങ്ങൾ ആത്മവിചാരമൊന്നും ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, എനിക്ക് പേപ്പറിൽ എഴുതി തരിക. അങ്ങനെ എനിക്ക് കൺഫ്യൂഷനേ ഉണ്ടാവില്ല. രാവിലെ മുതൽ രാത്രി വരെ എഴുതി കൊടുത്തു. ഒരു മാസത്തിന് പിന്നെ അദ്ദേഹത്തിനെ കണ്ടതേയില്ല. 2-3 മാസം കഴിഞ്ഞപ്പോ ഒരു ദിവസം എവിടെയോ എതിർച്ചയാ കണ്ടപ്പോ ചോദിച്ചു, ഞാൻ റൂട്ടീൻ ഇട്ട് തന്നു, എന്തായി? അത് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് വരാത്തത്. നമ്മൾ വളരെ പ്രാക്ടിക്കൽ ആണെന്ന് വിചാരിക്കുന്നത് കാര്യത്തിലേക്ക് വരുമ്പോ നമ്മൾ കാണും വളരെ ഇംപ്രാക്ടിക്കലാണ്. നമ്മള് പ്രാക്ടിക്കൽ ടീച്ചിങ് വേണം എന്നാണോ വിചാരിക്കുന്നത്? പ്രാക്ടിക്കൽ ടീച്ചിങ് ഒക്കെ പ്രാക്ടിക്കലിലേക്ക് വരുമ്പോ ഒക്കെ ഇംപ്രാക്ടിക്കൽ ആയിട്ട് പോകും. മോസ്റ്റ് ഇംപ്രാക്ടിക്കൽ ആണെന്ന് തോന്നുന്നത് പ്രാക്ടിക്കലായിരിക്കും. ഏറ്റവും ഇംപ്രാക്ടിക്കൽ എന്ന് തോന്നുന്നത് എന്താണ്? ഓരോ ക്ഷണത്തിലും ചിത്തവൃത്തികൾ ഇല്ലാതെ സ്വരൂപത്തിൽ ഇരിക്കാൻ ശ്രമിക്കാം. എല്ലാ സംശയങ്ങളും വിപര്യങ്ങളും ഒക്കെ ചിത്തവൃത്തികളാണ്. എന്തിനു സംശയിക്കണം? ഉറക്കത്തിൽ നമുക്ക് സംശയം വല്ലതും വരുന്നുണ്ടോ? ജാഗ്രതയിലല്ലേ സംശയം വരുള്ളൂ. ഉറക്കത്തിൽ ആർക്കെങ്കിലും സംശയം വരുമോ? ഏറ്റവും വലിയ സംശയത്തോടുകൂടെ ഇന്ന് പോയി നാളെ ചോദിക്കണം. എന്നിട്ട് ആ സംശയം കൊണ്ട് വീട്ടിൽ പോണവരെ സംശയം വെച്ചോണ്ടിരുന്നു. പിന്നെ ഊണ് കഴിച്ചു, കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ സംശയം നിൽക്കുമോ? പിന്നെ രാവിലെ എണീറ്റാൽ ചിലപ്പോൾ ഓർമ്മ വന്നു എന്ന് വരും, പിന്നെ അതും കൊണ്ട് വരും അല്ലേ? അതൊരു തോട്ടാണ്, ഒരു ചിത്തവൃത്തിയാണ്, ഒരു വിചാരമാണ്. നമ്മളതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ തീർക്കണം. ചിത്തവൃത്തി ഇല്ലാതെ ഇരിക്കുന്നതാണ് നമ്മളുടെ സ്ഥിതി. ഇത് അറിയണത് കൊണ്ട് മഹാത്മാക്കൾ നമ്മളെ സംശയം എന്നുള്ള ആ ഒരു ഡിസ്റ്റർബൻസ് നിന്ന് രക്ഷിക്കാനായിട്ട് പലപ്പോഴും നമ്മളുടെ വാക്കുകൾക്കൊന്നും ഉത്തരം പറയില്ല. നമ്മൾ ചോദിച്ചാൽ അവർ വേറെ വല്ലതുമൊക്കെ പറയും. എന്തിനാന്ന് വെച്ചാൽ പതുക്കെ 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 ഈ സംശയിക്കണ മനസ്സിൽ നിന്ന് നമ്മളെ അപ്പുറം കടത്തിവിടാനാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ മെന്റൽ പ്ലെയിനിൽ തന്നെ നിന്നുകൊണ്ടിരിക്കും. വേണമെന്ന് വെച്ച് തന്നെ ചില യോഗികൾ ഒന്ന് പറഞ്ഞ് ഇനി ഒന്ന് ചെയ്യും. അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ പാരഡോക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, റിഡിലായിട്ടുള്ള കാര്യങ്ങൾ പറയും. എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഈ ബ്രെയിനിന്റെ മണ്ഡലത്തിൽ നമ്മളെ കടത്തിവിടാനായിട്ട്. ഇവിടെ ഭഗവാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അർജുനന്റെ മനസ്സ് പറഞ്ഞു വ്യാമിശ്രം എന്നാണ്. അങ്ങ് ആകെപ്പാടെ എന്നെയിപ്പോ കൺഫ്യൂസ് ആക്കിയിരിക്കുകയാണ്. ഞാൻ കർമ്മയോഗം അനുഷ്ഠിക്കണോ, ജ്ഞാനയോഗം വേണോ? ഏതെങ്കിലും ഒന്ന് പറയൂ, ഞാൻ ചെയ്യാം. എന്നാ ഭഗവാൻ പറഞ്ഞ അർജുനനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇതൊരു ഭ്രമമാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ക്ലീൻ ആയിട്ട് കാണിച്ചു തന്നാൽ അതുപോലെ ഞാൻ ഇരിക്കാൻ നമ്മൾ പറയാ, സാധ്യമല്ല. പക്ഷെ അർജുനൻ പറയാണ്, ഭഗവാനെ എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതെ ക്ലിയർ ആയിട്ട് പറയൂ, ഒരു വഴി പറഞ്ഞു തരും, ഞാൻ അതുപോലെ ഇരിക്കാം. ബുദ്ധി മോഹയസീവമേ, വെറുതെ അങ്ങ് എന്തൊക്കെയോ പറഞ്ഞ് എന്റെ ബുദ്ധി ആകപ്പാടെ ഭ്രമിപ്പിക്കുകയാണ്. തദ്ദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാം. ഏതോ ഒരു വഴി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരൂ, പക്ഷെ അതിൽ എനിക്ക് ശ്രേയസ് ഉണ്ടാവണം. അതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷണം. എനിക്ക് തൽക്കാല സുഖം പോരാ, തൽക്കാല സുഖമാണ് പ്രേയസ്. ശാശ്വതമായ ശാന്തി, പൂർണ്ണതയാണ് ശ്രേയസ്. അതിനെ മുൻപിൽ വെച്ചുകൊണ്ടാണ് അർജുനന്റെ ചോദ്യം തന്നെ. അതുകൊണ്ട് ഏന ശ്രേയോഹമാപ്നുയാം, ഭഗവാനെ എനിക്ക് പൂർണ്ണത കൈവരുന്ന, ശാന്തി കൈവരുന്ന വഴി എനിക്ക് കാണിച്ചു തരൂ, അങ്ങനെയുള്ള മാർഗം എനിക്ക് കാണിച്ചു തരൂ. തദ്ദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോഹം ആപ്നുയാം. നമ്മളുടെ ഒക്കെ ഒരേ ചോദ്യമാണിത്. ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ അന്തര്യാമിയാണ്, ഗുരു നമ്മളുടെ ഹൃദയത്തിൽ അന്തര്യാമിയാണ്. നമുക്ക് എന്നാണോ ശ്രേയസ് വേണം എന്നുള്ള ആഗ്രഹം വരുന്നത്, ശ്രേയസ് എന്ന് വെച്ചാൽ ശ്രേയസിനുള്ള ആഗ്രഹമേ അല്ല. സ്വീറ്റ് ഉണ്ടാക്കണം ദീപാവലിക്ക്, അത് ആഗ്രഹമാണ്. പുതിയ വസ്ത്രം വാങ്ങിക്കണം, അത് ആഗ്രഹമാണ്. പക്ഷെ സത്സംഗത്തിലേക്ക് വരണം എന്നുള്ളത് ആഗ്രഹമല്ല. ആഗ്രഹം സത്സംഗത്തിലേക്ക് കൊണ്ടുവരികയേയില്ല. അത് വേറെ എന്തോ ഒരു അർജാണ് ഉള്ളിൽ നിന്നും സത്സംഗത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. ആഗ്രഹം കൊണ്ടുവരില്ല.
ആഗ്രഹം ശമിക്കുമ്പോഴാണ് നമ്മൾ സത്സംഗത്തിലേക്ക് വരുന്നത്. കുറച്ച് ആഗ്രഹങ്ങൾ ശമിച്ചു കിട്ടുമ്പോഴാണ് സത്സംഗത്തിൽ വരുന്നത്. മൈൻഡ് വിൽ നെവർ ബ്രിങ് യു ടു സത്സംഗം. ഓൺലി ദ സെൽഫ് ഗ്രേസ് ക്യാൻ ബ്രിങ് യു ടു സത്സംഗം. കൃപയാണ് നമ്മളെ സത്സംഗത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഭഗവത് കൃപയാണ് നമ്മളെ അറിയാതെ നമ്മളെ സത്സംഗത്തിലേക്ക്. അതാണ് ഭവാപവർഗോ ഭ്രമതോ യഥാ ഭവേത് തർഹി അച്യുത ജനസ്യ സത്സമാഗമഃ. സത്സംഗമം ഉണ്ടാകുമ്പോഴാണ് ഭഗവത് അനുഭവത്തിന് ഈ ജീവൻ പാത്രമാവണം. സത്സംഗത്തിന് നമ്മളായിട്ട് വന്നു എന്ന് വിചാരിക്കും. നമ്മളായിട്ടല്ല വരുന്നത്, നമ്മളായിട്ടല്ല. നമ്മളെ ഏതോ ഒരു ശക്തി അകമേ നിന്നും തള്ളി 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 കൊണ്ടുവരികയാണ്. എന്തിനാന്ന് വെച്ചാൽ ഈ ചോദ്യം നമ്മളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും ഉണ്ട്. ഏനശ്രേയോഹമാപ്നുയാം. ഇത് അർജുനന്റെ ചോദ്യമല്ല, നോൺ വെർബലൈസ്ഡ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ദെയർ ഇൻ യു. ഓരോരുത്തരുടെ ഉള്ളിലുമുണ്ട്. എനിക്ക് ശ്രേയസ്സിനുള്ള മാർഗം എന്താണ്, എനിക്ക് ശ്രേയസ്സിനുള്ള മാർഗം എവിടെയോ നമ്മളുടെ ഉള്ളിലുണ്ട്. അതാണ് ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് ഇനിയൊരു ഗുരു, ഒരു അമ്പലത്തിൽ നിന്ന് മറ്റൊരു അമ്പലം, ഒരു പുസ്തകത്തിൽ നിന്ന് മറ്റൊരു പുസ്തകം, ഒരു ടെക്നിക്കിൽ നിന്ന് വേറെ ഒരു ടെക്നിക്ക്, ഒരു മെത്തേഡിൽ നിന്ന് വേറെ ഒരു മെത്തേഡ്, എവിടെയൊക്കെയോ മുട്ടി നോക്കുകയാണ്. എന്താണ്? ഏനശ്രേയോഹമാപ്നുയാം. ഈ ഒരേ ഒരു വാക്കുമതി ഇന്ന് പ്രഭാഷണത്തിന് നമുക്ക്. ഏനശ്രേയോഹമാപ്നുയാം. എവിടെയോ ഒരിടത്തുണ്ട് എനിക്ക് ശ്രേയസ്സിനുള്ള മാർഗം കിട്ടണം. ശ്രേയസ് എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ബുദ്ധിക്ക് അറിയില്ല, പക്ഷെ ഹൃദയത്തിന് അറിയാം. ഏതോ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ഏതോ ഒരു തീർത്ഥം കുടിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി കംപ്ലീറ്റ്ലി റിപ്ലനിഷ്ഡ്. അതിനു മേലെ പിന്നെ ഒരു ആഗ്രഹവും ഉണ്ടാവില്ല എനിക്ക്. ഏതോ ഒരു തീർത്ഥം ഞാൻ കുടിച്ചാൽ പിന്നെ ഒന്നും കുടിക്കാൻ ആഗ്രഹമില്ല, ഒന്നും അറിയാൻ ആഗ്രഹമില്ല, യാതൊന്നിനെയും സ്പർശിക്കാൻ ആഗ്രഹമില്ല. പൂർണ്ണ തൃപ്തി, പൂർണ്ണമായ പൂർണ്ണത, പൂർണ്ണത്വം ഏതോ ഒന്നിനെ തൊട്ടുകഴിഞ്ഞാൽ വരും എന്ന് നമ്മളെ അറിയാതെ നമ്മളുടെ ഉള്ളിൽ എവിടെയോ ഒരു അറിവ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ അറിവും വെച്ചുകൊണ്ടാണ് നമ്മള് സത്സംഗത്തിലും അമ്പലത്തിലും പുസ്തകങ്ങളിലും ഒക്കെ അലഞ്ഞു നടക്കണത്. അതിന്റെ കംപ്ലീഷൻ, പൂർണ്ണതയാണ് ഈ ചോദ്യം. ഒരു സദ്ഗുരുവിന്റെ സമ്പർക്കത്തിൽ നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചാൽ ഏനശ്രേയോഹമാപ്നുയാം. ഇപ്പൊ ഭഗവാനോട് അർജുനൻ വർബലായിട്ട് ചോദിച്ചു, ഭഗവാനെ എനിക്ക് വഴി കാണിച്ചു തരൂ, ഞാൻ പേടിച്ചിരിക്കുന്നു. വിവേക ചൂടാമണിയിൽ ശിഷ്യൻ ഗുരുവിനോട് പറയണു, ഭീതം പ്രപന്നം പരിപാഹി മൃത്യോഹോ ശരണ്യം അന്യദ്യദഹം ന ജാനേ എന്നാണ്. ഞാൻ പേടിച്ചിരിക്കണു, എനിക്ക് ഒരു വഴിയും കാണാനില്ല. എന്റെ ബുദ്ധിയും മൈൻഡും ഒക്കെ ദർ ഓൾ ലിമിറ്റഡ് ലൈറ്റ്സ്. അതിന് വളരെയധികം പരിച്ഛിന്നമാണ്. എനിക്ക് വഴി കാണിക്കാൻ ബലമില്ല ബുദ്ധിക്കും മനസ്സിനും. അവിടുന്ന് എനിക്ക് വഴി കാണിച്ചു തരൂ. ഈ സംസാര സമുദ്രത്തിനെ ഞാൻ എങ്ങനെ കടക്കും? അപ്പോ സദ്ഗുരു പറഞ്ഞു, മാ ഭൈഷ്ടവിദ്വൻ തവനാസ്തി അപായഃ സംസാരസിന്ധോഹോ തരണേ അസ്തി ഉപായഃ. പേടിക്കണ്ട കുഞ്ഞെ എന്നാണ്. അങ്ങനെ ആർക്ക് പറയാൻ കഴിയും? അങ്ങനെ പറഞ്ഞാൽ തന്നെ നമുക്ക് ആശ്വാസമായി അല്ലേ? തവനാസ്തി അപായഃ, തനിക്ക് ഒരു അപായവുമില്ല. സംസാരസിന്ധോഹോ തരണേ അസ്തി ഉപായഃ, ഈ സംസാര സമുദ്രത്തിനെ തരണം ചെയ്യാൻ വഴിയുണ്ട്. എന്താ? ഞാൻ കണ്ടുപിടിച്ച വഴിയല്ല. ഏനൈവ യാതാഹ യതയോസ്യ പാരം, എത്രയോ ഋഷികൾ നടന്നുപോയ രാജമാർഗം മുമ്പിലുണ്ട്. തമേവ മാർഗം തവ നിർദ്ദിശാമി, അതേ മാർഗം കുഞ്ഞെ തനിക്ക് ഞാൻ കാണിച്ചു തരാൻ വരൂ എന്നാണ്. നമ്മളുടെ ഉള്ളിൽ ഈ ചോദ്യം വ്യക്തമായാൽ നമുക്ക് എന്താണ് വേണ്ടത്? പുറമേക്ക് നോക്കുമ്പോ അനേക വിധത്തിലുള്ള വിഷമങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ശരീരത്തിന് എന്തൊക്കെ തന്നെ സുഖം കൊടുത്താലും ഈ ശരീരം അവസാനം നമ്മൾ വിട്ടുപോകും. എന്തെങ്കിലുമൊക്കെ വ്യാധി വരും. തടിക്കണമെന്ന് വിചാരിച്ചാൽ മെലിയും, മെലിയണമെന്ന് വിചാരിച്ചാൽ തടിക്കും. അതിലേ നമുക്ക് കൺട്രോൾ ഇല്ല. എന്നിട്ട് വേണ്ടേ? ഒരു കൺട്രോളിലും ഈ ദേഹം നിൽക്കണില്ല. അത് നാച്ചുറലായിട്ട് ഇറ്റ് ഹാസ് അപ്പിയേർഡ് ബിഫോർ യു. നമ്മളുടെ മുമ്പിൽ അതൊരു ദർശനമാണ്. ഇതെങ്ങനെ വന്നു എനിക്കറിയില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എനിക്കൊരു ശരീരം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അത്ര തന്നെ. അതേപോലെ ഇത് ഡിസപ്പിയർ ആവുകയും ചെയ്യും. അതേപോലെയാണ് മനസ്സിന്റെ കാര്യവും. ഇതൊന്നും ഇതിനെ ആശ്രയിച്ചുകൊണ്ട് സംസാര സമുദ്രത്തിനെ കടക്കുക എന്ന് പറയുന്നത് ദ്വാരമുള്ള തോണിയിൽ കയറി സമുദ്രം കടക്കാൻ പോണ പോലെയാണ്.
ശാശ്വതമായ ഒരു നാവമല്ല അത്. അപ്പൊ ശാശ്വതമായിട്ടുള്ള ഒരു രക്ഷാമാർഗം എവിടെ ഉണ്ട്? എന്തൊക്കെ തന്നെ ചെയ്താലും ഈ ദേഹത്തിന് വ്യാധി വരാം, അല്ലെങ്കിൽ വൈരൂപ്യം വരാം, വാർദ്ധക്യം വരാം. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം ഭഗവാൻ തന്നെ പറയുന്നതാ. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. ഇതിൽ ഈ ദുഃഖങ്ങളൊക്കെ കാണപ്പെടുന്നു, ഈ ദോഷങ്ങളൊക്കെ കാണപ്പെടുന്നു. അപ്പൊ ഇതിന്നൊക്കെ വിമുക്തമാവാനുള്ള വഴി എവിടെ ഉണ്ട്? അതാണ് ഏനശ്രേയോഹമാപ്നുയാം. ശരീരത്തില് ശ്രദ്ധ പതിപ്പിക്കും തോറും ദുഃഖം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശ്രദ്ധ സ്വരൂപത്തിലായാൽ യാതൊരു ദുഃഖവും നമ്മളെ ബാധിക്കില്ല. ശരീരത്തിൽ നിന്നും സ്വരൂപത്തിലേക്കുള്ള യാത്രയാണ് അധ്യാത്മയാത്ര, അധ്യാത്മജീവിതം. கோவில் வெளிப்பிராகாரத்திலேருந்து ஸ்ரீகோவிலுக்கு போற மாதிரி இதுவும் வெளிப்பிராகாரம். அந்த வெளிப்பிராகாரத்திலேயே நின்று இருந்தா போறாது, உள்ள இருக்கிற பிராகாரத்துக்கு போனோம். மெதுவா ஸ்ரீகோவிலுக்கு போனோம். அந்தர்முக சமாராத்யா பகிர்முக சுதுர்லபா. அந்தர்முகமாகணும், ஸ்வரூபத்தை கவனிக்கணும், உணர்வை கவனிக்கணும். உணர்ச்சியிலையும் ஜடத்திலையுமே இருந்துவிடப்படாது. இந்த சரீரம் ஜடம், மனசு உணர்ச்சி. ஜடத்திலையும் உணர்ச்சியிலையுமே இருந்துருந்தா அதெல்லாம் அனித்தியம். உணர்வுக்கு போகணும். உணர்வு நித்தியமான பொருள். ரொம்ப எளிஷா போயிடலாம். ஏன் எளிஷா போயிடலாம்னா அது நம்ம ஸ்வரூபம். அது இப்பவே நமக்கு இயல்பா இருக்கு. இன்ஹரண்ட்லி இட் இஸ் தேர், இட் இஸ் யூ. So it is very simple. Nothing is more simpler than that. സിദ്ധമായ വസ്തു. അതിന് കൃപയെ ആശ്രയിച്ചുകൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം. ഞാൻ നേടിക്കളയാന്ന് വിചാരിച്ചാൽ കിട്ടില്ല. ഭഗവത് കൃപ സദാ കാറ്റടിച്ചുകൊണ്ടേയിരിക്കണം. നമ്മള് ശ്രദ്ധയുടെ പായൊന്ന് പൊക്കി കെട്ടിയാൽ ഇപ്പൊ കിട്ടും വസ്തു. അത് ഒരിക്കൽ തെളിഞ്ഞാലോ സകൃദ്വിഭാതം സവിതുർ യഥാ പ്രഭാം. ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധത്തിലെടുത്ത് വരുന്ന ശ്ലോകമാണ്. ഒരേ ഒരു പ്രാവശ്യം ഉദിച്ച സൂര്യൻ എന്നാണ്. പിന്നെ ആ സൂര്യൻ അസ്തമനമേ ഇല്ല. സകൃദ്വിഭാതം സവിതുർ യഥാ പ്രഭ എന്നാണ്. ഒരേ ഒരു പ്രാവശ്യം. ഇനി രണ്ടാമത്തെ പ്രാവശ്യം വേണ്ട. ഒരിക്കൽ തെളിഞ്ഞാൽ അത് തെളിഞ്ഞത് തന്നെ. അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ പ്രകാശം അകമയ്ക്ക് ഉണ്ടായാൽ ഇരുട്ട് നീങ്ങും. ശ്രദ്ധ സ്വരൂപത്തിൽ പോയാൽ ശരീരം മുതലായിട്ടുള്ളതൊന്നും ഞാനല്ല എന്നുള്ളത് നല്ലവണ്ണം തെളിഞ്ഞു കിട്ടും. ആ തെളിവാണ് ബ്രാഹ്മീ സ്ഥിതി. അത് തന്നെ ഭാഗവതോത്തമ ലക്ഷണം, ജീവൻ മുക്ത ലക്ഷണം, സ്ഥിതപ്രജ്ഞ ലക്ഷണം, ഗുണാതീത ലക്ഷണം, യോഗലക്ഷണം. ഇതൊക്കെ നമുക്ക് സാധിക്കുമോ എന്ന് വെച്ചാൽ നമുക്ക് സാധിക്കില്ലെങ്കിൽ ഭഗവാൻ പറയില്ല. നിങ്ങൾക്കൊന്നും സാധിക്കില്ലെങ്കിൽ ഭഗവാൻ എന്നെ കൊണ്ടുവന്ന് ഇവിടെ നിലവിളിപ്പിക്കില്ല. സാധിക്കില്ല എന്നുള്ളത് ഒരു വെറും ചിത്തവൃത്തിയല്ലേ, അല്ലേ? ഞങ്ങൾക്ക് സാധിക്കില്ല. അത് ആര് പറയണു? ശരീരം പറയണോ, ആത്മാവ് പറയണോ? ശരീരവും പറയണില്ല, ആത്മാവും പറയണില്ല, നടുവിലുള്ള മനസ്സ് പറയണു, അല്ലേ? ആ മനസ്സ് സുഷുപ്തിയിലുണ്ടോ? ഇല്ല. ശരീരം ജഡമാണ്, സ്വരൂപം സദാസിദ്ധമാണ്. ഈ മനസ്സ് വാസ്തവവുമല്ല. പിന്നെ എന്താ സാധിക്കാനുള്ളത് ഇവിടെ? വേണമെങ്കിൽ ഇങ്ങനെ കിട്ടും. വേണ്ടെങ്കിൽ നമ്മൾ തയ്യാറല്ലെങ്കിൽ ഇനിയും കുറെ കാലം അങ്ങനെ യു ക്യാൻ പ്രോക്രാസ്റ്റിനേറ്റ് പോയിക്കൊണ്ടേയിരിക്കാം. പല കാരണങ്ങളും യുക്തിയും പറഞ്ഞ് അലഞ്ഞുകൊണ്ടേയിരിക്കാം. ഒരാനയിൽ 1000 അന്ധരെന്ന പോലെ പലവിധ യുക്തികൾ പറഞ്ഞു പാമരന്മാർ അലവതു കണ്ട് അലയാതെ അമർന്നിടേണം. ഒരാനയെ കണ്ട് അന്ധരെന്ന പോലെ അന്ധന്മാര് പലവിധ യുക്തികൾ പറഞ്ഞു പാമരന്മാർ അലവതു കണ്ട് അലയാതെ അമർന്നിടേണം. അതുമിതുമല്ല, അസതർത്ഥമല്ല, അഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസദിതി പ്രതിപത്തിയറ്റ് സത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം.
അതും ഇതുമല്ല. അവിടെയും ഇവിടെയും ഒന്നും പോയി ഭ്രമിക്കേണ്ടെന്നാണ്. അസദർത്ഥമല്ല, ശൂന്യമല്ലാതെ സത് അഹം സച്ചിത് അമൃതമെന്നു തെളിഞ്ഞു ധീരനായി. ഈ അഹം 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 എന്ന് അകമയ്ക്ക് സ്ഫുരിക്കുന്നതുണ്ടല്ലോ, അത് സച്ചിത് വസ്തുവാണ്, അമൃതസ്വരൂപമായ പൊരുളാണെന്ന് തെളിയണമെങ്കിൽ ധീരനായി, ധീരത വേണം എന്നാണ്. എന്താ ധീരത? അല്ലെങ്കിൽ മനസ്സ് പലതും പറയും. നമുക്കൊരു ദുഷിച്ച കൂട്ടുകാരനുണ്ട്, ഇവിടുന്നൊക്കെ കേട്ടിട്ട് പുറത്തിറങ്ങുമ്പോ ഇതൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ എന്ന് പറയും, ഇതൊന്നും സാധ്യമല്ല കേട്ടോ എന്ന് പറയും. അയാളുമായിട്ട് കൂട്ടുകൂടുന്നിടത്തോളം ഭാഗവതത്തിലെ പുരഞ്ജനനെ പോലെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. സദസതിഥി പ്രതിപത്തിയറ്റ് സത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം. ഈ സത്ത് എന്താണ്? ഉള്ളത് എന്താണ്? ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം, ആ അനുഭവസ്വരൂപമായ സത്യവസ്തു. അതിലേക്ക് വീണ്ടും വീണ്ടും നമ്മുടെ സത്സംഗമൊക്കെ അതിനാണ്, ഗീത പഠിക്കാനല്ല. ഗീതയൊക്കെ നമ്മൾ എത്രയോ ജന്മങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു. ഈ ശ്ലോകത്തിനെ വെച്ചുകൊണ്ട് ഒരു ഭക്തൻ രമണ മഹർഷിയോട് ചോദിച്ചു, ഭഗവാനെ ഞാൻ ரொம்ப நாளா ഭഗവത്ഗീത പഠിച്ചിട്ടേ இருக்கேன், அப்போ எனக்கு ஞானம் வரல. அப்ப மகர்ஷி പറഞ്ഞു, அந்த புஸ்தகம் உங்ககிட்ட என்ன சொல்றது தெரியுமா? அந்த புஸ்தகத்தை நீ இப்படி வச்சுட்டு இருக்கிறது, கீதை புஸ்தகம் உங்ககிட்ட சொல்றது நீ ஒன்ன பாருன்னா நீயே என்ன பாக்குறேன்னு கேக்குறது. നീ സ്വയം അകമേക്ക് സ്വരൂപത്തിനെ നോക്കൂന്ന് പറയുമ്പോ പിന്നെ എന്താ നീ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണതാണ്. ദൃഷ്ടിയെ അകമേക്ക് തിരിക്കാനാണ് എല്ലാ ഗ്രന്ഥവും, സാധുസംഘവും സത്സംഗവും ഭഗവത് സംഘവും എല്ലാം. പുറമേക്ക് അലഞ്ഞു നടക്കുന്ന മനസ്സ് ഏതോ വഴിക്ക് അകമേക്ക് തിരിഞ്ഞാൽ, ഹൃദയത്തിലേക്ക് തിരിഞ്ഞാൽ, ഹൃദയം തന്നെ സദ്വസ്തു, ഹൃദയം തന്നെ ഭഗവത് സ്വരൂപം, ഹൃദയം തന്നെ കൃഷ്ണസ്വരൂപം. അഹമാത്മാ ഗുഢാകേശ സർവഭൂതാശയസ്ഥിത. ഭഗവാൻ തന്നെ പറയുന്നു, സർവഭൂതങ്ങളുടെയും അന്തര്യാമിയായിട്ട് ഞാൻ പ്രകാശിക്കണം. ആ ഞാൻ എന്നത് എന്താണ് എന്നറിഞ്ഞാൽ തന്നെ അന്തര്യാമിയെ അറിഞ്ഞു. നമുക്ക് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം അതാണ്, ഞാനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല, ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ള മുതൽ ഡെപ്പോസിറ്റ്, നമുക്ക് മൂലധനം അതൊന്നേ ഉള്ളൂ. ഞാൻ എന്നുള്ളതാണ് മൂലധനം. ശരീരം മൂലധനമല്ല, വിശ്വസിക്കാൻ കൊള്ളില്ല. ബുദ്ധി മൂലധനമല്ല, പഠിച്ച അറിവൊന്നും മൂലധനമല്ല, ഒക്കെ വിട്ടുപോയി. പഠിച്ചതൊക്കെ ഒരു കാലത്ത് മറക്കേണ്ടി വരും. വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ മറന്നുപോയിരിക്കണം. പിന്നെ നമ്മളുടെ കാര്യം പറയാനുണ്ടോ? ഡോക്ടർ രാധാകൃഷ്ണൻ ലോകത്തിനെ മുഴുവൻ കിടിലം കൊള്ളിച്ച ആള് അവസാനം അദ്ദേഹത്തിന് പേര് പോലും ഓർമ്മയില്ല, അദ്ദേഹത്തിന്റെ പേര്. എങ്ങനെ വിശ്വസിക്കും ബുദ്ധിയെ? അപ്പൊ ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു മൂലധനം നമുക്കുണ്ട്, ഞാനുണ്ട് എന്നുള്ള ബോധം, ഉണർവ്. അത് നമുക്ക് ചെറിയൊരു ലൈറ്റായിട്ട് ഇപ്പൊ തോന്നുന്നു, ചെറിയൊരു വെളിച്ചം. ആ വെളിച്ചം തന്നെ നമ്മള് തുടർന്ന് ചെന്നാൽ അത് ചെറിയ വെളിച്ചമല്ല, അത് സൂര്യനാണ്. അതും ഈ സൂര്യനല്ല, ഈ സൂര്യനെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനാണെന്ന് അകമയ്ക്ക് തെളിയും. തത്ര സൂര്യോഭാതിന് ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നിഹി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന പരമപ്രകാശമായതാണ്. ആ സത്തയെ അകമയ്ക്ക് തെളിച്ച് അനുഭവിക്കാൻ ഉള്ള മാർഗമാണ് ഈ സത്സംഗം. അതിന് അനേക വഴികൾ, പക്ഷെ എല്ലാ വഴിയും അവസാനം തന്നിലേക്ക് തന്നെ വരണം. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും പ്രഭാഷണം കഴിയുമ്പോൾ പ്രഭാഷണം എന്ത് വിഷയമായാലും ചുറ്റി ചുറ്റി ഇവിടേക്ക് തന്നെ വരണത്. അർജുനൻ ചോദിച്ച ചോദ്യം, ജ്ഞാനം ശ്രേഷ്ഠമാണെങ്കിൽ എന്തിനു കർമ്മം ചെയ്യാൻ പറയുന്നു? അതിനുള്ള ഉത്തരം നമ്മളിന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇന്ന് ജ്ഞാനത്തിനെ മാത്രം ശ്രദ്ധ പതിപ്പിക്കുകയാണ്. കാരണം ജ്ഞാന അനുഭവം എവിടെ ഉണ്ടാവണോ ആ സെന്ററും കർമ്മം നടക്കുന്നതായ ശരീരവും രണ്ടും സ്വതന്ത്രമാണ്. ഇത് തെളിച്ചറിഞ്ഞാലേ ഇനി പറയാൻ പോണ കാര്യം തെളിയുള്ളൂ. അപ്പോഴേ ഭഗവാൻ ഈ ജ്ഞാനത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യൂ എന്ന് പറയണതിന് എന്താ അർത്ഥം എന്ന് മനസ്സിലാവുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും കൺഫ്യൂഷനിലിരിക്കും. അതുകൊണ്ട് നല്ലവണ്ണം തെളിയണം. ജ്ഞാനം സ്വതന്ത്രമാണ്, അൺകണ്ടീഷണലാണ്.
അത് ഒന്നുകൊണ്ടും തടസ്സപ്പെടാത്തതാണ്. അത് തെളിയുമ്പോ ശ്രദ്ധ അവിടെ പതിഞ്ഞ് അതൊന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ഈ ശരീരത്തിന്റെ കർമ്മങ്ങളൊന്നും അതിനെ സ്പർശിക്കില്ല. യുദ്ധം ചെയ്യൂ എന്ന് ഭഗവാൻ ബോധിപ്പിക്കുന്നത് അർജുനന്റെ ശരീരത്തിനോടാണ്. സ്ഥിതപ്രജ്ഞനാവൂ എന്ന് ഭഗവാൻ ബോധിപ്പിക്കുന്നത് ശരീരത്തിനോടല്ല, അന്തര്യാമിയോടാണ്. ഈ അന്തര്യാമിയെ ശരീരവുമായി കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യണോ അല്ല സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കണോ എന്നുള്ള ചോദ്യം തന്നെ വരുന്നത്. സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കുന്ന ആള് യുദ്ധം ചെയ്യാൻ പോണില്ല. യുദ്ധം ചെയ്യുന്ന ആ ശരീരത്തിന് സ്ഥിതപ്രജ്ഞത്വം വരികയുമില്ല. യുദ്ധം ചെയ്യുന്നതായ ആ ശരീരം അത് ഒരു മെഷീനാണ്. അതെങ്ങനെ സ്ഥിതപ്രജ്ഞമാവും? സ്ഥിതപ്രജ്ഞമായിരിക്കുന്ന വസ്തു അതിന് യുദ്ധം ചെയ്യാനും കഴിയില്ല. അതിൽ യുദ്ധമില്ല. ഇത് രണ്ടും നല്ലവണ്ണം വ്യത്യസ്തമായിട്ട് തെളിഞ്ഞാലേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ തെളിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും നമ്മൾ വ്യാമിശ്രേണേവ വാക്യേനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ജഡം ചൈതന്യം രണ്ടും വ്യത്യസ്തമായി തെളിയണം. ഈ ശരീരം ജഡം അഥവാ ശരീരം ശരീരി. ശരീരം ഈ ശരീരത്തിലെ അന്തര്യാമി ശരീരി. ഇത് ക്ഷേത്രം, അകത്തുള്ളത് ക്ഷേത്രജ്ഞൻ. ദേഹം ദേഹി ഈ വിഭാഗം നല്ലവണ്ണം തെളിഞ്ഞാൽ, ശ്രദ്ധ ദേഹിയിലേക്ക് തിരിഞ്ഞാൽ ദേഹത്തിന്റെ കർമ്മം ഒരു കേടുപാടും കൂടാതെ നടക്കും. അതിനാണ് ഭഗവാൻ കർമ്മയോഗം എന്ന് പറയുന്നത്. നമ്മള് നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.